تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون. ആ ഭാഗത്താണ് നമ്മൾ ഉണ്ടായിരുന്നത്. അതിലിനി നമുക്ക് പറയാനുള്ള സംഗതി ഏഴാമത്തെ കാര്യമാണ്. അള്ളാഹു മനുഷ്യരെ നിങ്ങൾക്ക് വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എണ്ണി പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ചിലതൊക്കെ ചെയ്യരുത്, സമീപിക്കരുത് എന്നൊക്കെ രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വേറെ ചില വിഷയങ്ങൾ നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശൈലിയിലാണ്. അതില് പ്രധാനപ്പെട്ട ഒരു വിഷയം മാതാപിതാക്കളുമായുള്ള സംഗതികൾ പറഞ്ഞെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ ബോധ്യപ്പെടുത്തിയത്. ഇവിടെ ഏഴാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോ വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, വഔഫു അൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, അളവും തൂക്കവും നിങ്ങൾ കൃത്യമായി പൂർത്തിയാക്കണം. ഔഫു നിങ്ങൾ പൂർത്തീകരിക്കുക. അൽ കൈല വൽ മീസാന, അളവ്, അൽ കൈൽ വൽ മീസാൻ, വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദ ഖ്താലു അലന്നാസി യസ്തൗഫൂൻ വഇദ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ എന്നൊക്കെ പറഞ്ഞ കാലൂഹും ഇദഖ്താലു എന്നൊക്കെ പറഞ്ഞതിലുള്ള കൈലുൻ അളവാണ്. നിങ്ങളുടെ അളവും വൽ മീസാന തൂക്കവും ബിൽ ഖിസ്ത് നീതിപൂർവം നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇനി മനുഷ്യൻ അവൻ സ്വന്തമായി ചെയ്യുന്ന ഇടപാടുകളിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിനോടുള്ള
ബാധ്യതയെ സംബന്ധിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് മാതാപിതാക്കളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. അത് കഴിഞ്ഞ് മക്കളോടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞു. അങ്ങനെ ഒരുപാട് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഒക്കെ പറഞ്ഞു വരുന്നു. അങ്ങനെ അവന്റെ സാധാരണ ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ, കൊള്ളക്കൊടുക്കലുകളിൽ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണത്? അളത്തത്തിലും തൂക്കത്തിലും നിങ്ങൾ കൃത്യത പുലർത്തണം, പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞത്. അളന്നു കൊടുക്കുമ്പോഴും തൂക്കിക്കൊടുക്കുമ്പോഴും പൂർത്തിയാക്കണം. പൂർണ്ണമായി അവന് കിട്ടേണ്ട അവകാശം അങ്ങനെ തന്നെ കിട്ടണം. അളവിനും തൂക്കത്തിനും നമ്മൾ വിവിധ തരത്തിലുള്ള മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. വലിയ സാധനങ്ങൾ തൂക്കാൻ വലിയ സാമഗ്രികളാണ്, ടൺ കണക്കിനുള്ള സാധനങ്ങൾ തൂക്കാൻ അതിന് അനുയോജ്യമായ സംഗതികളാണുള്ളത്. കിലോ കണക്കിനുള്ള സാധനങ്ങൾ തൂക്കാൻ അങ്ങനെയുള്ള തൂക്കാൻ പറ്റാവുന്ന തുലാസുകളും സംവിധാനങ്ങളും ഒക്കെയാണ് മനുഷ്യന്റെ മുമ്പിലുള്ളത്. വളരെ ചെറിയ വസ്തുക്കൾ വരെ മനുഷ്യൻ തൂക്കുന്നു. സ്വർണം തൂക്കുന്നത് ഒരടച്ചിട്ട ഒരു ഭാഗത്ത് വെച്ച് അത്രയും ചെറിയ തൂക്കം യാതൊരു കലർപ്പുമില്ലാതെ തൂക്കാൻ പറ്റാവുന്ന രൂപത്തിലാണ്. കാറ്റുപോലും അങ്ങോട്ട് കടന്നു വരരുത് എന്നുള്ള നിലക്ക് അത് പൂർണ്ണമായി മടച്ച് അത് ഉള്ളിലുള്ള ആ കാറ്റ് കടക്കാത്ത രൂപത്തിൽ ചുറ്റുഭാഗവും ഗ്ലാസ് കൊണ്ടൊക്കെ മറച്ചിട്ടാണ് അവിടെ തൂക്കം നടത്താറുള്ളത്. കാരണം കാറ്റിന്റെ ഭാരം പോലും ഒന്നുകൂടാ മനുഷ്യൻ തൂക്കുന്നത്. കാരണം അവന് അവന്റേതായ മൂല്യമുണ്ട്. അത് തൂക്കിക്കൊടുക്കുമ്പോ വളരെ കൃത്യത ആ വിഷയത്തിൽ വരുത്തും. ഒരു ചെറിയ ഗ്രാം പോലും മുന്നോട്ടോ പിന്നോട്ടോ അല്ലാത്ത രൂപത്തിൽ കൃത്യമായിട്ടാണ് മനുഷ്യൻ ചെയ്യുന്നത്. അത് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് ആ തരത്തിലുള്ള ഒരു അളവും തൂക്കവും ഒക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കാരണം അത് മറ്റുള്ളവരുടെ അവകാശങ്ങളാണല്ലോ. നിങ്ങൾ അവർക്ക് അളന്നു കൊടുക്കുമ്പോൾ, തൂക്കിക്കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചു. അതുകൊണ്ടാണ് വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും വവസനൂഹും യുഖ്സിറൂൻ എന്ന് ഖുർആൻ പറഞ്ഞത്. ആളുകളിൽ നിന്ന് ഇങ്ങോട്ട് അളന്നു വാങ്ങുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും വാങ്ങും. അത് 1 കിലോ ഉണ്ടോ 2 കിലോനുണ്ടോ, ആ സൂചി കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് എന്ന് നോക്കും. അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുമ്പോൾ അത്ര ശ്രദ്ധിച്ചോളണമെന്നില്ല. ഒരുപക്ഷെ അത് കൃത്യമായിട്ട് ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരരുത്. യുഹ്സിറുൻ, കുറവ് വരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചുകൂടാ. അത് വലിയ തെറ്റാണെന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ആളുകളോട് ഖുർആൻ ചോദിക്കുന്നത് അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അലീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ ഒരു വമ്പിച്ച ദിവസത്തേക്ക്, അഥവാ ലോകരക്ഷിതാവിലേക്ക് മനുഷ്യൻ എഴുന്നേറ്റ് വരുന്ന ദിവസം തങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ്, അവിടെ അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് എന്ന് മനുഷ്യൻ ആലോചിക്കുന്നില്ല എന്ന് ഒരു വല്ലാത്ത ചോദ്യമാണ് അവിടെ ചോദിച്ചത്. നിങ്ങൾക്ക് പരലോകത്തേക്ക് വരണ്ടേ, പടച്ചോനെ കാണാൻ വരണ്ടേ? ഇങ്ങനെ ഒരു ചിന്തല്ലേ? നമ്മള് ചില വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലായിരുന്നു. അളന്നു കൊടുക്കുമ്പോ തൂക്കിക്കൊടുക്കുമ്പോ ഒക്കെ ആളുകൾക്ക് കുറവ് വരുത്തുന്ന വിധത്തിൽ അവന്റെ കൈയുടെ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് കൂടെ എടുത്തു വെച്ച് അവിടെ ഭാരം ആളുകൾക്ക് കുറവ് വരുന്ന രൂപത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന, അതേപോലെ എല്ലാ വിധത്തിലുള്ള വേണ്ടാത്തരങ്ങളും അവരുടെ കച്ചവടങ്ങളിലൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറില്ലേ? വലിയ അപകടം പിടിച്ചൊരു സംഗതിയാണ് കേട്ടോ. ഇത്തരത്തിലുള്ള ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയ ആളുകൾക്ക് എന്നാണത് അവർക്ക് കൊടുത്തു തീർക്കാൻ സാധിക്കും? അത് പരിഹരിക്കാൻ സാധിക്കോ? പരലോകത്ത് ചെല്ലുമ്പോ അത്തരത്തിലുള്ള ആളുകളെ മുഴുവനും വന്ന് ഇവന്റെ നന്മകൾ വാങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലേ? സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു പ്രവാചകനെ നമുക്കറിയാം, ശുഐബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്
തൗഹീദ് പ്രബോധനം ചെയ്യുന്നതോടൊപ്പം തന്റെ സമുദായത്തോട് ചെയ്യാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ഒരു കാര്യമായിരുന്നു. അളവിലും തൂക്കത്തിലും ഒക്കെ നിങ്ങൾ കൃത്രിമം കാണിക്കരുത്, ശരിയായ നിലപാട് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം തന്നെ അദ്ദേഹത്തിന് നിർവഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ സമൂഹത്തിൽ ഇത് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന എല്ലാ കാലഘട്ടത്തിലുള്ള ഒരു മോശം ഏർപ്പാടാണ്. അത് പ്രത്യേകം ഇവിടെ അള്ളാഹു എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബിൽ ഖിസ്ത്, നീതിപൂർവമുള്ള ഇടപെടലാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. പക്ഷെ ഇവിടെ ഇത് പറഞ്ഞപ്പോ അള്ളാഹു ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടോ ആയത്തിന്റെ കൂടെ. അതെന്താണ്? ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു പൊതു തത്വം ഇവിടെ ഓർമ്മിപ്പിക്കുക. ഒരാളോടും അയാളുടെ കഴിവിനനുസരിച്ചല്ലാതെ നാം ഒരു കൽപ്പനയും പുറപ്പെടുവിക്കുന്നില്ല. എത്ര സൂക്ഷിച്ചാലും ഇടപാടുകളിൽ മനുഷ്യര് ചിലപ്പോൾ പരിപൂർണമായും കൃത്യത പുലർത്താനും വളരെ കൃത്യം പാലിക്കാനൊക്കെ കഴിയാതെ വന്നേക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് അള്ളാഹുവിന് അറിയാം. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അവന്റെ കഴിവിന്റെ പരമാവധി അളത്തത്തിലും തൂക്കത്തിലും ഒക്കെ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അവന് ബാധകമാകേണ്ട കാര്യം. തൂക്കി കളന്നു കൊടുക്കുമ്പോൾ മുകളിലൂടെ ഒരല്പം ഒഴുകിപ്പോയി എന്ന് വിചാരിക്കുക, അല്ലാതെ അവന്റെ കഴിവിൽ പെടാത്ത രൂപത്തിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കുക. അത് പടച്ചോൻ പൊറുക്കും. പക്ഷെ കൂടുതൽ ശ്രദ്ധയുള്ള ആളുകളൊക്കെ ഒരല്പം കൂടുതലാണ് കൊടുക്കാറുണ്ട്. അളന്നു കൊടുക്കുമ്പോഴും തൂക്കി കൊടുക്കുമ്പോഴും ഒക്കെ ഒരല്പം കൂടുതൽ കൊടുക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും അവന്റെ ജീവിതത്തിൽ വരുന്നില്ല. എന്നാൽ നേരെ മറിച്ച് അശ്രദ്ധ മൂലം കുറവ് വരികയാണെങ്കിൽ അതില് അവൻ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാണല്ലോ. കാരണം മറ്റവരുടെ ബാധ്യതയാണല്ലോ. വാങ്ങിയ കാശിന് പകരമായിട്ട് മുഴുവനായിട്ട് സ്വത്ത് കൊടുത്തില്ലല്ലോ, അതിന്റെ പകരം കൊടുത്തില്ലല്ലോ, അവന് വേണ്ടുന്ന സംഗതികൾ കൊടുത്തില്ലല്ലോ. അപ്പൊ തെറ്റ് തന്നെ അല്ലേ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്താജിറുൽ അമീൻ, താജിറുൽ അമീൻ, സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ. അതേപോലെ അസ്സദൂഖ് അൽ മുസ്ലിം, വളരെ സത്യസന്ധനായ വളരെ വിശ്വസ്തനായ ഒരു കച്ചവടക്കാരൻ. നബിമാരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കന്മാരുടെ കൂടെ ആയിരിക്കും പരലോകത്തിൽ അവരുടെ സ്ഥാനമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രത്യേകം എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമാണ് അവരുടെ കച്ചവടങ്ങളിൽ, കൊള്ളക്കൊടുക്കലുകളിൽ, ബിസിനസ്സുകളിൽ മനുഷ്യൻ കാണിക്കേണ്ടത്. എന്നാൽ അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏത് തരത്തിലുള്ള കച്ചവടമാകട്ടെ, ഏത് തരത്തിലുള്ള ബിസിനസ്സുകളാകട്ടെ, എല്ലാ രംഗത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി, അടുത്ത ഭാഗത്തേക്ക് പോവുക. വൈദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബാ. വൈദാ ഖുൽതും, വല്ല കാര്യവും നിങ്ങൾ പറഞ്ഞാൽ, ഫഅദിലു, നിങ്ങൾ അതിൽ അദില് പാലിക്കണം. അദില് നീതി. നേരത്തെ പറഞ്ഞ ഖിസ്തുൻ എന്ന് പറഞ്ഞത് നീതി തന്നെയാണ്, നീതിയോടുകൂടി തന്നെ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ അവിടെ നീതി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു നീതിയല്ല. പ്രവർത്തന രംഗത്ത് കാണിക്കുന്ന നീതിയാണ് ഖിസ്തുൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വാങ്ങലും കൊടുക്കലും അതിലൊക്കെ ഉണ്ടാകേണ്ട നീതിപൂർവമുള്ള ഇടപാടിനെ സംബന്ധിച്ചാണ് ഖിസ്തുൻ, നീതിയോടുകൂടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അദ്ലുൻ എന്നാണ്. അദ്ല് എന്ന് പറഞ്ഞാല് അത് സംസാരത്തിൽ വരുന്ന നീതിയാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുമ്പോ അതിലൊരു നീതി വേണം കേട്ടോ. ആളുകളോടുള്ള സംസാരങ്ങളിൽ നിങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അതിനെ പ്രകടിപ്പിച്ചുകൊണ്ട് തരത്തിലുള്ള ഒരു സംസാരമായി പോകരുത് എന്ന് അള്ളാഹു നമ്മെ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലൗ കാന ദാ ഖുർബ, അവിടെ അള്ളാഹു പറഞ്ഞത് നേരത്തെ പറഞ്ഞ അളവിലും തൂക്കത്തിലുമൊക്കെ ചെറിയൊരു ഇളവാണ് അനുവദിച്ചതെങ്കിലും നിങ്ങൾ എത്ര സൂക്ഷിച്ചാലും ഒരുപക്ഷെ നിങ്ങൾക്ക് പൂർണ്ണമായ നീതിയോടുകൂടി ചെയ്യാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം എന്ന് പറഞ്ഞപ്പോ, സംസാരത്തിന്റെ വിഷയം പറഞ്ഞപ്പോ ഏറ്റവും ചെറിയ കാര്യം പോലും നിങ്ങൾ സൂക്ഷിക്കണം എന്നാ പറഞ്ഞത്. ഏറ്റവും ചെറിയ വിഷയം
വലൗകാന ഖുർബ, അത് നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള കാര്യമാണെങ്കിലും, ബന്ധുക്കളുടെ വിഷയത്തിൽ അവരുടെ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരം അവരുടെ ഗുണത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വല്ല ദോഷവും ബാധിക്കാൻ വേണ്ടി ഒക്കെയുള്ള സംസാരങ്ങളാണെങ്കിൽ പോലും സത്യത്തിനും നീതിക്കും നിരക്കാത്ത വാക്കുകളൊന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതേ. ഇതാണ് 8ാമതായി ഖുർആനിൽ നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യം. സൂറത്തുൻ നിസായിലെ 135ാമത്തെ വാക്യം, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹി വലൗ അലാ അൻഫുസികും വബിൽ വാലിദൈനി വൽ അഖറബീൻ. അതൊന്നും കൂടെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ നീതിയുടെ നിലനിൽപ്പിന് വേണ്ടി ഉള്ള ആളുകളാകണം എപ്പോഴും. അള്ളാഹുവിന്റെ സാക്ഷികളായി പടച്ചവന്റെ കാര്യങ്ങൾ ഇവിടെ പുലർത്തുന്ന, ജീവിക്കുന്ന, പറയുന്ന ആളുകളായി, എന്നും നീതിയുടെ വാക്താക്കളായി നിങ്ങൾ നിൽക്കണേ വിശ്വാസികളെ. അത് നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വലൗ അലാ അൻഫുസികും, നിങ്ങൾക്ക് തന്നെ പ്രയാസം, നിങ്ങൾക്കെതിരിലാണെങ്കിൽ പോലും, അവിൽ വാലിദൈൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എതിരാണെങ്കിൽ പോലും, വൽ അഖ്റബീൻ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കെതിരാണെങ്കിൽ പോലും നിങ്ങളുടെ നിലപാടുകൾ കൃത്യമായിരിക്കണേ. നീതിയുടെയും നന്മയുടെയും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളേണ്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒന്നും കൂടെ വിശദീകരിക്കുന്നുണ്ട്. അവൻ വലിയ ധനികനാകട്ടെ ഫക്കീറാകട്ടെ, അവരെക്കാളൊക്കെ എത്രയോ മേലെയാണല്ലോ അള്ളാഹു ഉള്ളത്. അതുകൊണ്ട് സാമ്പത്തികമായ എന്തെങ്കിലും ലാഭങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നന്മക്ക് എതിരായി, നീതിക്കെതിരായി, സത്യത്തിനെതിരായി നിങ്ങൾക്ക് വേണ്ടിയോ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയോ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയോ വാദിക്കുന്ന, അതിനുവേണ്ടി നിങ്ങൾ സത്യത്തെ അതിനെ ധിക്കരിക്കുന്ന, സത്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളാകണത് കേട്ടോ എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നത് സൂറത്തുൻ നിസായിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിശദീകരണം ആവശ്യമില്ല, നമുക്കറിയാവുന്ന വിഷയം. 9ാമത്തെ കാര്യത്തിലേക്ക് പോകുന്നു. അതെന്താണ്? ചെറിയൊരു സംഗതിയാണത്. 2 വാക്കിൽ പറയാവുന്ന ഒരു സംഗതിയാണ് 9ാമത്തെ കാര്യം. വബിയഹ്ദില്ലാഹി ഔഫു. വിശദീകരണം ഒന്നും വേണ്ട. വബിയഹ്ദില്ലാഹി, അള്ളാഹുവിന്റെ അഹ്ദുകളെ, അള്ളാഹുവിന്റെ കരാറുകളെ ഔഫു, നിങ്ങൾ നിറവേറ്റുവിൻ. ഔഫു അത് നേരത്തെയും വന്നു, പൂർത്തീകരിക്കണം എന്ന്. നിങ്ങളൊരു സംഗതി, ഒരു കരാറ്, ഒരു വാഗ്ദാനം, അത് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പൂർത്തീകരിക്കണം കേട്ടോ. പ്രത്യേകിച്ച് അള്ളാഹുവുമായിട്ടുള്ള കരാറുകൾ, ആ കരാറുകൾ നിങ്ങൾ നിറവേറ്റണം. അള്ളാഹുമായുള്ള കരാറ് എന്നത് വിശ്വാസിയാകുമ്പോ പടച്ചവനോട് ചെയ്യുന്ന കരാറുകളുണ്ട്. അവന്റെ ആരാധനാ കർമ്മങ്ങളിലൊക്കെ അവൻ അള്ളാഹുവിനെ മുൻനിർത്തി ഒരുപാട് കരാറുകൾ, പ്രതിജ്ഞകൾ ദിനേന എന്നോണം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പാകെ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പല വിഷയങ്ങളും അവൻ അവതരിപ്പിക്കുന്നുണ്ട്. പല വിഷയങ്ങളുടെയും സാക്ഷിയായി അവൻ മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കരാറുകൾ അവൻ നിരന്തരമായി എടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിനോട് നേരിട്ടും അള്ളാഹുവിനെ മുൻനിർത്തിയും ചെയ്യുന്ന പ്രതിജ്ഞകളും, അതേപോലെ അവന്റെ മറ്റു കരാറുകളും ഒക്കെ തന്നെ അവന്റെ ജീവിതത്തിൽ പുലർത്തി വരേണ്ടതാണ് എന്ന് ഒരു 2 വാക്കിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിനോടുള്ള കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കണം എന്നാണ് അവിടെ പറഞ്ഞത്. വേറൊരായത്തിൽ നിങ്ങൾ പരസ്പരം കരാർ അഥവാ ഉടമ്പടി നടത്തിയാൽ നിങ്ങൾ പൂർത്തീകരിക്കണേ. അള്ളാഹുവിന്റെ വക കരാറുകളാണ്, ആ കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ഇങ്ങനെ മനുഷ്യനോട് അള്ളാഹു ഉത്ബോധിപ്പിക്കുന്നതായി കാണാം. റസൂലുള്ളാഹി പറഞ്ഞു, മനുഷ്യനിൽ 4 കാര്യങ്ങൾ ഉണ്ടായാൽ അവൻ തനി കപട വിശ്വാസിയാകും. അവയിൽ ഒന്നുണ്ടായാൽ കാപട്യത്തിന്റെ ഒരു കാര്യം അവനിൽ ഉണ്ടാകുന്നതാണ്. കാപട്യത്തിന്റെ ഒരു കാര്യം അവനിൽ ഉണ്ടാകും. 1 ഉണ്ടായാല്. 2 ഉണ്ടായാല്
കാപട്യത്തിന്റെ 2 ലക്ഷണങ്ങളുള്ളവനാകും. 3 കാര്യങ്ങൾ ഉണ്ടായാൽ അവൻ മുനാഫിക്കിന്റെ 3 ലക്ഷണങ്ങളുള്ളവനാണ്. 4 ഉണ്ടായാൽ മുനാഫിക്കിന്റെ 4 ലക്ഷണങ്ങളുമുള്ള പൂർണ്ണമായ കപടവിശ്വാസിയാകും അവൻ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്തൊക്കെയാണത്? അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കരാറുകൾ അത് പാലിക്കാതിരിക്കുക, വാഗ്ദത്തം ചെയ്താൽ അതിൽ ലംഘിക്കുക, കരാറുകൾ പൂർത്തീകരിക്കാതിരിക്കുക, വർത്തമാനത്തിൽ കളവ് പറയുക, 4-ാമത്തെ വിഷയം തമ്മിൽ പിണങ്ങിയാൽ തോന്നിയാസം പ്രവർത്തിക്കുകയും ചെയ്യുക എന്നിങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസിയെ അള്ളാഹു ഉണർത്തുന്നുണ്ട്. അതില് കപടവിശ്വാസിയായി പോകുന്ന ഒരു കാര്യമാണ് ഇത്, കരാറുകൾ പാലിക്കാതിരിക്കുക എന്നുള്ളത്. വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക എന്നുള്ളത് അത് കപടവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. വിശ്വാസിയല്ല, വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കപടവിശ്വാസിയായി പോകുന്ന ആളുടെ ലക്ഷണങ്ങളായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. 10-ാമത്തെ ആ വിഷയം നമ്മൾ അടുത്ത ആയത്തിലാണ് കാണുന്നത്. ഈ ആയത്തിന്റെ അവസാന ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തദക്കറൂൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെ? യതീമിന്റെ സ്വത്ത്, അതിനോട് നിങ്ങൾ നല്ല രൂപത്തിൽ അടുക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ അളവും തൂക്കവും ഒക്കെ കൃത്യമായിരിക്കണം. അതേപോലെ നിങ്ങളുടെ സംസാരത്തിൽ നീതി വരണം. അള്ളാഹുമായുള്ള കരാറുകൾ നിങ്ങൾ പാലിക്കണം. ഈ 4 കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വിഷയം, അള്ളാഹു നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണിത് എന്ന് പറഞ്ഞുകൊണ്ടായതാണ് അള്ളാഹു ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കാം. അതൊക്കെ നമ്മളെ ഒന്നുകൂടെ അള്ളാഹു ഇവിടെ അത് ഓർമ്മിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. 10-ാമത്തെ വിഷയം അടുത്ത ആയത്തിൽ നമ്മൾ കാണുന്നത്, 153-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബിക്കും അൻ സബീലിഹി ദാലികും വസ്വാഖും ബിഹി ലഅല്ലകും തത്തഖൂൻ. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതത്രേ എന്റെ നേരായ പാത. ഏതാണ് എന്റെ നേരായ പാത എന്ന് പറയുന്നത്? മുകളിൽ പറഞ്ഞ 9 കാര്യങ്ങൾ അടങ്ങിയ വളരെ കൃത്യമായ ഒരു സംവിധാനം, വളരെ കൃത്യമായ ഒരു മാർഗരേഖ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചല്ലോ. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് പങ്കു ചേർക്കരുത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, മക്കളെ കൊല്ലരുത്, അവരോട് നന്മ ചെയ്യണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് മനുഷ്യർ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്, മനുഷ്യനെ കൊല ചെയ്യരുത്, അവരോട് അതിക്രമം കാണിക്കരുത്, മ്ലേച്ഛത അരുത്, അളത്തത്തിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കരുത്, അതേപോലെ സംസാരത്തിൽ നന്മ പുലർത്തണം തുടങ്ങിയ ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇത് ശരിയായ പാതയാണ്. ശരിയായ പാതയിൽ പോകാനുള്ള സംഗതികളാണ്. മറ്റൊന്നും തിരഞ്ഞു പോകേണ്ടതില്ല. അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇത് ഈ സിറാത്ത് മുസ്തഖീമാണ്, നേരെ ചൊവ്വയുള്ള ഒരു വഴിയാണിത്. ഫത്തബിഊഹു, ആ വഴിയെ നിങ്ങൾ പിന്തുടരുക. വലാ തത്തബിഉസ് സുബുല, വേറെ ഒരുപാട് സുബുലുകളുണ്ട്. സബീലുൻ എന്നുള്ളതിന്റെ ബഹുവചനമാണ് സുബുലുൻ എന്നുള്ളത്. വഴികൾ എന്നാണ്, മാർഗങ്ങൾ എന്നാണ്. മറ്റുള്ളത് കുറെ മാർഗങ്ങളുണ്ട്, അതിനെ നിങ്ങൾ പിന്തുടരരുത്. ഇവിടെ അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്ന, പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചിരുന്ന ആ കാര്യങ്ങളുടെ പിന്നാലെ പോവുക. അല്ലാത്ത കാര്യങ്ങൾ പിന്തുടരുമ്പോൾ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നില്ലേ എത്ര മോശമായിട്ടാണ് പല വിഷയങ്ങളും, പഴയ അന്ധവിശ്വാസത്തിലേക്കൊക്കെ ആളുകളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അവിടൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കുന്നു. ഇവിടെ പരിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്, നിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് അനുസരിച്ച് മുന്നോട്ട് പോവുക, ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളത് എന്നത്. ആ കൃത്യമായ വഴിയെ അള്ളാഹു ഇവിടെ ഉറപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു പോയ ഒരു വിഷയമാണ് സിറാത്തുൽ മുസ്തഖീമിനെ സംബന്ധിച്ച്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതാണ് ഇസ്ലാം, അല്ലെങ്കിൽ ഇസ്ലാം എന്നാണ്.
വഹന്നാദ സിറാത്തി മുസ്തഖീമ. അഥവാ ഇത് ഇസ്ലാം എന്ന മാർഗമാണ്, എന്ന വഴിയാണ്. അലാ മൻഹജിൻ വദീനിൻ ഖവീം. ഈ ദീന്, ഈ മൻഹജ് എന്ന് പറയുന്ന ഇസ്ലാമാകുന്ന മൻഹജാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇസ്ലാമാകുന്ന ഒരു ദീനാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് മുസ്തഖീമാണ്, നേരെ ചൊവ്വയുള്ളതാണ്. ഇതല്ലാത്ത മറ്റൊരു മൻഹജ് ഇല്ല, ഇതല്ലാത്ത മറ്റൊരു ദീനില്ല, ഇതല്ലാത്ത മറ്റൊരു മാർഗം നമുക്ക് പിന്തുടരാനില്ല. നമുക്ക് പിന്തുടരാനുള്ളത് ഇസ്ലാമാകുന്ന പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ നിർദ്ദേശിച്ചിരുന്ന മാർഗങ്ങൾ മാത്രമാണ്. സൂറത്ത് ശൂറയിലുള്ള കുറെ വാക്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന സംഗതികളാണ്. വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം സിറാത്തില്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് അലാ ഇലല്ലാഹി തസ്വീറുൽ ഉമൂർ. ഈ മതം വിശാലമാണ്, നേരായതുമായ ഒരു രാജപാതയാണ്. ഈ ദീൻ എന്ന് പറയുന്നത് ഇത് നേരായ ഒരു രാജപാതയാണ്. ഈ രാജപാത എല്ലാരെയും ഉൾക്കൊള്ളാൻ പറ്റാവുന്ന വിധത്തിലാണ്. ഇവിടെ തിക്കും തിരക്കുമില്ല. അപകടങ്ങളുടെയും ദുരന്തങ്ങളുടെയും എല്ലാ നിയമങ്ങളും വിധികളും ഒക്കെ ഉൾക്കൊള്ളുന്ന വളരെ കൃത്യമായ ഒരു പാതയാണ്. ഇവിടെ ഈ വഴിയിൽ അപകടങ്ങൾ പതിയിരിക്കുന്നില്ല. എന്നാൽ വഴി മാറിപ്പോകുമ്പോഴാണ് അപകടങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇതിന് ഇവിടെ വഴിമുടക്കുന്നവരായിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നത് പിശാചുക്കളെയാണ്. ഇബ്ലീസ് പറഞ്ഞു, നീ എന്നെ വഴിപേർപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ അഥവാ മനുഷ്യർ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കുമെന്നാണ്. പിശാചാണ് മനുഷ്യനെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് പിശാചിനെ ആരാധിക്കുന്നവർ, അള്ളാഹു അല്ലാത്ത മറ്റു ശക്തികളെയും വ്യക്തികളെയും ഒക്കെ ആരാധിക്കുന്നവരും അവരെ അവലംബിക്കുന്നവരും അവരുടെ ശരണം ചോദിക്കുന്നവരും രക്ഷ ചോദിക്കുന്നവരും ഒക്കെ ആയിട്ട് പോകുന്നത്. പിശാചിനെ തന്നെ ഉയർത്തിവെച്ച് വലിയ കഴിവുള്ളവനായി ആദരിക്കുന്ന, അവനാണ് മനുഷ്യന്റെ ശരീരം നിയന്ത്രിക്കുന്നത്, അവന്റെ രക്തോട്ടം നിയന്ത്രിക്കുന്നത്, അവന് രോഗമുണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്കൊക്കെ മനുഷ്യർ വല്ലാതെ അധപ്പതിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. അപ്പൊ ഈ ആയത്ത് വളരെ പ്രസക്തമാണ്. ഞാൻ അവരുടെ വഴിയിൽ, അവരുടെ മുമ്പിലും പിന്നിലും അവർ പോകുന്നിടത്തൊക്കെ ഞാനുണ്ടാകും, എന്നിട്ട് അവരെ വഴിമുടക്കാൻ ഞാൻ നോക്കുമെന്ന് പറഞ്ഞല്ലോ. അതേപോലെ എന്റെ കാൽപ്പാടുകളെ പിന്തുടരാൻ വേണ്ടി ഞാൻ അവരോട് കൽപ്പിക്കും, എന്നിട്ട് അവരൊക്കെ എന്റെ ആളുകളായി മാറും. അങ്ങനെ ഒരു അവസ്ഥ, അങ്ങനെ ഒരു കാര്യം അള്ളാഹുവിനോട് പിശാച് അല്ലെങ്കിൽ ഇബ്ലീസ് വരം ചോദിച്ചു വാങ്ങിയതാണ്. ആ പ്രവൃത്തി അവൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴി തെറ്റിക്കുക എന്നുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ ആ പാതയിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം വേണം. അള്ളാഹുവിന്റെ പരലോകത്തിലുള്ള വളരെ കൃത്യമായ അടിയുറച്ച വിശ്വാസം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് സിറാത്തുൽ മുസ്തഖീമിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ആ സിറാത്തുൽ മുസ്തഖീമായ വഴിയിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ 9 വിഷയങ്ങളായിട്ട് അള്ളാഹു ഇവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ക്ലാസ് ഒരു 5 മിനിറ്റ് കൂടെ നീട്ടിക്കൊണ്ടുപോയാൽ നമുക്കൊരായത്തും കൂടെ പറയാൻ കഴിയുമെന്ന് തോന്നുകയാണ്. അടുത്ത ആയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കുകയാണ്. അതും കൂടെ ശ്രദ്ധിക്കുക. 154-ാമത്തെ ആയത്ത്, ثم آتينا موسى الكتاب تماما على الذي أحسن وتفصيلا لكل شيء وهدى ورحمة لعلهم بلقاء ربهم يؤمنون. ثم آتينا موسى الكتاب تماما على الذي أحسن وتفصيلا لكل شيء وهدى ورحمة لعلهم بلقاء ربهم يؤمنون. ثم آتينا موسى الكتاب. പിന്നെ മൂസ നബിക്ക് നാം വേദഗ്രന്ഥം നൽകി. തമാമായിക്കൊണ്ട്, പൂർത്തീകരണമായിക്കൊണ്ട്, അലല്ലദീ അഹ്സന, നന്മ ചെയ്തവന് പൂർത്തീകരണമായിക്കൊണ്ട് മൂസാ നബിക്ക് നാം കിതാബ് നൽകി.
തഫ്സീലൻ വിശദീകരണമായിക്കൊണ്ടും ലിക്കുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങൾക്കുമുള്ള വഹുദൻ മാർഗദർശനവുമാണ് റഹ്മത്തൻ കാരുണ്യവുമാണ് ലഅല്ലഹും ബിലിഖാഇ റബ്ബിഹിം യുഅ്മിനൂൻ തങ്ങളുടെ രക്ഷിതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ അവർ വിശ്വസിക്കുന്നവരാകാൻ വേണ്ടി. അപ്പോ യൂതന്മാർക്ക് അഥവാ മൂസാ നബിയുടെ അനുയായികൾക്ക് അക്കാലഘട്ടത്തിൽ തൗറാത്ത് നൽകിയതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. നന്മ ചെയ്ത് വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഏത് കാലഘട്ടത്തിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ നന്മ ചെയ്യുന്നവർക്ക് കൂടുതൽ നന്മ ചെയ്യാൻ, നന്മയുടെ പൂർത്തീകരണത്തിലേക്കെത്താൻ, തമാമിലേക്കെത്താൻ, പൂർത്തീകരണത്തിലേക്ക് എത്താൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമായിരുന്നു എന്ത്? തൗറാത്ത്. തഫ്സീലൻ അതിൽ എല്ലാ കാര്യത്തിൽ ലിക്കുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണവും ഉണ്ട്. വെറുതെ ഒരു ഗ്രന്ഥമല്ല, ഗ്രന്ഥത്തിന് വേണ്ടിയുള്ള ഗ്രന്ഥമല്ല. വഹുദൻ അതിൽ മാർഗദർശനമുണ്ട്, വറഹ്മത്തൻ കാരുണ്യവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖുർആനിനെ സംബന്ധിച്ച് എന്തായിരിക്കും ഖുർആൻ പറഞ്ഞിട്ടുണ്ടാവുക എന്നൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. തൗറാത്തിനെ സംബന്ധിച്ച് അത് തമാമായിരുന്നു, തഫ്സീലായിരുന്നു, ഹുദയായിരുന്നു, റഹ്മത്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആനിനെ സംബന്ധിച്ച് ഏറ്റവും അവസാനത്തെ വേദഗ്രന്ഥം, ലോകാവസാനം വരെ നിലനിൽക്കുന്ന വേദഗ്രന്ഥം, തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ആളുകൾ മുഴുവനും അംഗീകരിക്കേണ്ട ഒരു വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് എന്തായിരിക്കും ഖുർആൻ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അത്ര പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. തൗറാത്തിനെ സംബന്ധിച്ച് തമാമാണെന്ന് പറഞ്ഞു, തഫ്സീലാണെന്ന് പറഞ്ഞു, ഹുദയാണെന്ന് പറഞ്ഞു, റഹ്മത്താണെന്ന് പറഞ്ഞു. ആ വാക്കുകളുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ആ തമാം എന്ന് പറഞ്ഞപ്പോ ആർക്കാണ് തമാം? പൂർത്തീകരണമാണ് എന്ന് പറഞ്ഞപ്പോ ആർക്ക് പൂർത്തീകരണമാണ്? നന്മ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് കൂടുതൽ അനുഗ്രഹമായിക്കൊണ്ടാണ്, അനുഗ്രഹത്തിന്റെ പൂർത്തീകരണമായിക്കൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഗ്രന്ഥം നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് കൂടുതൽ നന്മ ചെയ്യാൻ സാധിക്കുമായിരുന്നു. തഫ്സീലൻ ഒരുപാട് വിശദീകരണങ്ങൾ അതിൽ നൽകപ്പെടുന്നുണ്ട്. അതേപോലെ അത് മാർഗദർശന ഗ്രന്ഥമാണ്, കാരുണ്യമായിക്കൊണ്ടാണ് ആ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തിനാണ് അവർക്ക് നൽകിയെന്നറിയോ? അവർക്കെന്നല്ല, ഏതൊരു കാലഘട്ടത്തിലും അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം എന്തിനാണ് ആ സമൂഹത്തിന് നൽകുന്നത്? ലഅല്ലഹും ബിലിഖാഇ റബ്ബിഹിം യുഅ്മിനൂൻ അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയെ അവർ വിശ്വസിക്കണം. പടച്ചോനുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച വരാനുണ്ട്. ആ കൂടിക്കാഴ്ചയാണ് എന്റെ ജീവിതത്തിലെ മുഖ്യ ലക്ഷ്യം. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അവിടേക്ക് വേണ്ടിയാണ് എല്ലാ സംഗതികളും എന്ന് ഒരു മനുഷ്യൻ ഉറപ്പിക്കണം അവന്റെ ജീവിതത്തിൽ. അങ്ങനെയാകുമ്പോ നഷ്ടങ്ങൾ ഒരു നഷ്ടമല്ല, പ്രയാസങ്ങൾ ഒരു പ്രയാസമല്ല. ഇത്ര തന്നെ സങ്കടപ്പെട്ടാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്, അതിനൊരു അതിരുണ്ട്. അത് അവസാനിച്ചാൽ പിന്നീട് എന്റെ റബ്ബിന്റെ മുമ്പിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ നന്മകൾ ചെയ്തതിന് അതിന് പ്രതിഫലം നേടാൻ ആ റബ്ബുമായുള്ള കൂടിക്കാഴ്ച വരുന്നുണ്ടല്ലോ എന്ന വളരെ സന്തോഷകരമായ ഒരു വിചാരം അവന്റെ മനസ്സിലുണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ വിഷയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ സുമ്മ എന്ന് പറഞ്ഞത് അത് പിന്നെ എന്നാണ് വാക്കിന്റെ അർത്ഥം. സാധാരണ നമ്മൾ പിന്നെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കഴിഞ്ഞ് അടുത്തത് എന്ന അർത്ഥത്തിലുള്ള ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമല്ല. ഒരു വിഷയത്തിൽ നിന്ന് വേറൊരു വിഷയത്തിലേക്ക് മാറുകയാണ്. അതാണ് ഇവിടെ സുമ്മ എന്ന് പറഞ്ഞത്. ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന വിഷയമല്ല ഇവിടെ പറയുന്നത്, മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ആ വിഷയം എന്താണ്? വേദഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് പ്രാഥമികമായിട്ട് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്.